അല്ല അത് എന്റെ 10ാം ക്ലാസ് നടന്ന കാര്യം. പക്ഷെ ആ സത്യാവസ്ഥ ഇന്ന് വരെ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ വേറൊന്നുമല്ല, ഞാൻ എനിക്ക് ഈ എന്തിപ്പം ഒരു മിഠായി കിട്ടിയാലും എന്ത് കിട്ടിയാലും എനിക്ക് ഈ വേറെ ആൾക്ക് കൊടുക്കണത് ഒരു താല്പര്യമില്ല. 2 പേര്. സ്വന്തം അനിയന് പോലും ഞാൻ കൊടുക്കൂല. അതെന്താന്ന് വെച്ചാൽ പോലെ ഇല്ലല്ല എന്റെ കയ്യിൽ ഇല്ലല്ല ഇല്ലടാ അത് എന്റെ കയ്യിൽ ഇല്ല. അങ്ങനെ ഞാൻ ഇത് പറഞ്ഞ പോലെ വൈകിട്ട് ക്രിക്കറ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് മമ്മി പള്ളിയിൽ പോയിക്കണായിരുന്നു. പള്ളിയിൽ പോയ സമയത്ത് എപ്പോഴും ഉണ്ടാക്കി തരുന്നത് ഈ ഉരുളക്കിഴങ്ങ് വറുത്തത്, നമ്മളിപ്പോൾ പറഞ്ഞ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം മമ്മി പള്ളിയിൽ പോയ സമയത്ത് എനിക്കാണെങ്കിൽ വിശക്കുന്നതുകൊണ്ട് എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉരുളക്കിഴങ്ങ് വറുത്ത് കഴിക്കാൻ ഒരു ആഗ്രഹം. ഞാൻ അവിടെ സ്ഥിരം വറുക്കുന്ന ചട്ടിയുണ്ട്. ആ ചട്ടിയിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട്, ആരുമില്ല, കളി കഴിഞ്ഞ് വന്നു, കുറച്ച് എണ്ണ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ച് തീ കൂട്ടി വെച്ചപ്പോഴാണ് നവീനെ പറഞ്ഞ് വിളിച്ച് 2 കമ്പനിക്കാർ വന്നു, ഫ്രണ്ട്സ് വന്ന്. ഇവരുടെ അടുത്ത് വീടിന്റെ പുറത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നു, ഇവരാണെങ്കിൽ കഥ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് ഞാനാണെങ്കിൽ ഈ കാര്യം വിട്ടുപോയിന്ന് അവിടെ ഫോൺ ചെയ്ത് വെച്ച കാര്യം. വർത്താനം പറഞ്ഞ് എത്ര നേരമെന്ന് എനിക്കറിയില്ല. വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഇവന്മാർ പോയപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് അടപ്പത്ത് വെച്ച കാര്യം. വന്ന് നോക്കിയപ്പോഴേ തമാശല്ലോ, ശരിക്കും ഉണ്ടായ കാര്യം. ഈ ചട്ടിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കത്തണ്, ഈ തീ ഇങ്ങനെ കത്തണ്, ഈ ഉരുളക്കിഴങ്ങ് കരിഞ്ഞ് തീ ഇങ്ങനെ മുകളിലോട്ട് കത്തി. എന്ത് ചെയ്യണം? പണ്ടാരം ഓടിച്ചെന്ന് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ചട്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടണില്ല. മമ്മി വന്നാൽ കിട്ടും, ഉറപ്പാണ്, ഗ്യാരണ്ടി, നല്ല കിട്ടും മമ്മിയുടെ കയ്യിൽ നിന്ന്. ഞാനെന്ത് പിന്നെ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ഇത് തേച്ചാലും ഇതായാലും പോകില്ലെന്നുള്ള കാര്യം മനസ്സിലായി. കരിഞ്ഞ് ആ തല്ലിപ്പൊളിയെ പോയി. ഇല്ല ഇല്ല അപ്പുറത്ത് പറമ്പുണ്ട് അതിൻ്റെ കൂടി ഫ്ലോ കളയരുത്. അപ്പുറത്ത് പറമ്പുണ്ട്. ഈ സാധനം ഒറ്റ ഏറങ്ങടെ വെച്ച് കൊടുത്ത് തുണിയൊക്കെ പിടിച്ചിട്ട് ഒറ്റ ഏറങ്ങടെ ഇതൊക്കെ ഇതാക്കി എനിക്ക് പറ്റില്ല അത് ക്ലീൻ ചെയ്യാൻ. ഒറ്റ ഏറങ്ങടെ വെച്ച് കൊടുത്ത് പാത്രം ഇട്ടെറിഞ്ഞ് ആ ചട്ടി എടുത്തെറിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ചന്ദനത്തിരിയെ കത്തിച്ച് വെച്ച് മണം വരാതിരിക്കാൻ. മമ്മി വന്നിട്ട് എന്താണ് ഒരു മണം എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി ചന്ദനത്തിരി കത്തിച്ച് വെച്ച് മമ്മി പള്ളി കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നു. പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല ചന്ദനത്തിന് ഈവനിങ് സാധനം കത്തിച്ച് വെക്കാനാണ്. കത്തിച്ച് വെച്ച് ഈ പറയണ പോലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മമ്മി ഈ ചട്ടി നോക്കിയപ്പോൾ കാണുന്നില്ല. മമ്മി ക്ഷമിക്കണം, ചട്ടി കാണാനില്ല. ഞാൻ പറഞ്ഞു ചട്ടി ഇവിടെ ഉണ്ട്, ഇല്ല ഇവിടെ പോയത് കാണുന്നില്ല. പുള്ള എവിടെ പറഞ്ഞ മമ്മിയുടെ അത് ഞാൻ ഇപ്പൊ പറഞ്ഞാണ്. ഇപ്പൊ പറഞ്ഞാണ് മമ്മി ക്ഷമിക്കണം എന്ന് ക്യാമറ പറഞ്ഞതാണ്. മമ്മിക്ക് അറിയാൻ പാടില്ല, സോറി. ഇത്ര പ്രായം ഇത്ര വയസ്സായതുകൊണ്ട് ഇനിയിപ്പോ ഇല്ല അത് പിന്നെ മമ്മിയുടെ ഒരു ചട്ടിയിൽ ഒരു സ്പൂൺ പോയാൽ ചോദിക്കരുത്, ആ സ്പൂൺ എവിടാ ചോദിക്കും. ഈ മമ്മിക്ക് ഈ വീട്ടിലുള്ള സ്പൂൺ പോയിട്ട് എന്തൊരു കവർ പോയാൽ തന്നെ നല്ല ഓർമ്മയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ സെലിബ്രിറ്റി കിച്ചൺ മാച്ച് സീസൺ 3 ഞാൻ ആ ഒരു പറഞ്ഞു. അവനൊന്നും ചെയ്യരുത്.